ചമ്മന്തിപ്പൊടിക്കായിട്ട് 4 തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്കായിട്ട് വാളംപുളി, പിന്നെ നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില, നമ്മുടെ തന്നെ കറിവേപ്പിലയാണ്, വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പ് പാകത്തിന്. മുളക് പൊടിയും മല്ലിപ്പൊടിയും തേങ്ങയുടെ കൂടെ ഇടുന്നില്ല, ബാക്കി എല്ലാ ചേരുവകളും തേങ്ങയുടെ കൂടെ തിരുമ്മി വെച്ചു. സാധാരണ ഉരുളിയിൽ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് ഇളക്കി വറുത്ത് കോരാവുന്നതാണ്. പക്ഷേ എനിക്കതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് 3 ഭാഗങ്ങളായിട്ട് തിരിച്ച് 3 അടുപ്പയിൽ വെച്ച് ചെറുതായിട്ട് ആദ്യം തന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് പതുക്കെ പതുക്കെ അതിൻ്റെ ഇളക്കി ഈ പരുവായി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കണം. പിന്നെ പതുക്കെ വേണം. എല്ലാത്തിലും മാറി മാറി ഇളക്കിയാണ് ഞാനത് ബ്രൗൺ നിറാക്കിയത്. അത് കഴിഞ്ഞ് ബ്രൗൺ നിറായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടിളക്കി മിക്സിയുടെ ബൗളിൽ അത് പൊടിച്ചെടുത്തതിന് ശേഷം സിപ്പ് ലോക്കിലാക്കി എയർ ടൈറ്റായിട്ടുള്ള കുപ്പിയിലും നമുക്ക് ആക്കി വയ്ക്കാം. അപ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ കുപ്പികളിലാക്കി വയ്ക്കാവുന്നതാണ്.